പ്രചാരണ വാഹനത്തിലെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന് വ്യത്യസ്തമായൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ്. കീറിയ ഫ്ലക്സ് ബോർഡുകളുമായാണ് അദ്ദേഹം പ്രചാരണത്തിനിറങ്ങുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, അതും കൂടി ഒരു പ്രചാരണ വിഷയമാക്കുകയാണല്ലേ അപ്പു? ദില്ല, തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ടാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അബു ജോൺ ജോസഫിന്റെ പ്രചരണ വാഹനത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ രാത്രി 10 മണിയോടുകൂടിയും ഒരു സംഘം ആളുകൾ കീറി നശിപ്പിക്കുന്നത്. അത് LDF പ്രവർത്തകരാണ്, അതായത് CPM-ന്റെയും DYFIയുടെയും പ്രവർത്തകരാണ് അക്രമം കാണിച്ചതെന്നുള്ളതാണ് UDF പ്രവർത്തകരും അതുപോലെ തന്നെ അബു ജോൺ ജോസഫും പറയുന്നത്. എന്നാൽ ദൃശ്യങ്ങൾ സഹിതം അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ ഈ അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് UDF പ്രവർത്തകർ ഒന്നടങ്കം ചെല്ലുകയും അവിടെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്യുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ടൊരു പ്രതിഷേധം എന്നോണം ഈ കീറിയ ഫ്ലെക്സ് ബോർഡുകളുള്ള വാഹനവുമായി പ്രചരണം തുടരും. നാട്ടുകാർ അറിയട്ടെ എന്താണ് സംഭവിച്ചത്, പോലീസിന്റെ ഇടപെടൽ ഏത് രീതിയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ അറിയട്ടെ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് UDF നേതൃത്വം ഇത്തരമൊരു പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മണക്കാട് ഭാഗത്തായിരുന്നു രാവിലെ ഈ പ്രചരണം തുടങ്ങിയത്. അവിടെ കീറിയ ഫ്ലെക്സ് ബോർഡുകളുള്ള വാഹനങ്ങളാണ് കൊണ്ടു നിർത്തിയത്. ആളുകൾ അന്വേഷിച്ച് എന്താണ് സംഭവം എന്നുള്ള കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് ഇന്നലെ വൈകിട്ട് മങ്ങാട്ടുകവലയിൽ വെച്ച് നടന്ന സംഭവത്തെ പറ്റി ഈ നേതാക്കൾ തന്നെ വിവരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകാൻ ഇടയാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അതിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കാതെ നിർമ്മിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം നശിപ്പിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചു. അവിടെ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. എന്നാൽ CPM പ്രവർത്തകരും അതുപോലെ തന്നെ NDA പ്രവർത്തകരും പറഞ്ഞത് UDF പ്രവർത്തകരുടെ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതേ തുടർന്നുണ്ടായ വാക്കുതർക്കം പിന്നീട് ഇത്തരം ഒരു സംഘർഷത്തിലേക്കും ആക്രമണത്തിലേക്കും വഴിവെച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അക്രമം നടത്തിയവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുന്നതുവരെ ഈ പ്രചരണം ഈ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് UDF പ്രവർത്തകർ തൊടുപുഴയിൽ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.